ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണിയെ കോടതിയിലെത്തിച്ചു. കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, കസ്റ്റഡി അപേക്ഷ കോടതിയുടെ പരിഗണനയിലെത്തിയോ? കോടതി ആരംഭിച്ച ആദ്യ കേസുകളിൽ ഒന്നായി തന്നെ ഈ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. നിലവിൽ വിയ്യൂർ ജില്ലാ ജയിലിലായിരുന്ന പ്രതിയെ ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതി റിജോ ആന്റണിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലുമാണ് പോലീസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകിയത്. എത്ര ദിവസം? 3 ദിവസത്തേക്കുള്ള കസ്റ്റഡി വിട്ടു നൽകാൻ കോടതി സന്നദ്ധമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ഈ കേസന്വേഷണത്തിൽ ഈ പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നുള്ള നിഗമനത്തിലാണ് പോലീസെങ്കിലും മറ്റേതെങ്കിലും ഒരാളുടെ സഹായം പ്രതിക്ക് ലഭിച്ചതായി തള്ളിക്കളയുന്നില്ല. അത്തരം നടപടികൾ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും. അത്തരം അന്വേഷണം കൂടി തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ കവർച്ച, ഭവനഭേദനം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പരമാവധി 13 വർഷം വരെ പ്രതിക്ക് ശിക്ഷ ലഭിക്കാവുന്ന കേസാണിത്. ഏതായാലും തുടരന്വേഷണം ഉണ്ടാകും. അതിന്റെ ഭാഗമായി പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി അല്പസമയങ്ങൾക്കകം പരിഗണിക്കും. ശരി ലെവിൻ, വ്യക്തമാണ്.